इंडियन वोटर के पास राइट टू इलेक्ट है, वैसे ही राइट टू रिकॉल भी होना चाहिए। अगर देश का मतदाता अपने नेताओं को हायर कर सकता है तो वो नेताओं को फायर करने की शक्ति भी उसे मिलनी चाहिए। सर, राइट टू रिकॉल इज अ मैकेनिज्म दैट एम्पावर्स द वोटर्स टू डी इलेक्ट अ नेता रिप्रेजेंटेटिव बिफोर द टेन्योर एंड्स इफ ही फेल्स टू डिस्चार्ज हिज और हर ड्यूटी। सर, हम एमपी एमएलए चुनते हैं, उसके बाद अगर वो काम ना करे, अपने वादे भूल जाए, जनता से दूर हो जाए, तो 5 साल तक इंतजार करने के अलावा जनता के पास कोई ताकत नहीं है। कोई इंटरिम प्रोविजन नहीं, कोई अकाउंटेबिलिटी नहीं, कोई परफॉर्मेंस रिव्यू नहीं, कोई करेक्टिव ऑप्शन नहीं। चुनाव से पहले नेता जनता के पीछे और चुनाव के बाद जनता नेता के पीछे। 5 साल इज टू लॉन्ग अ पीरियड इन दिस डे एंड एज। अगर एक गलत फैसला गलत नेता को चुनने का लिया तो लाखों लोगों का भविष्य अंधकार में जाता है और पूरा क्षेत्र पीछे जाता है। सर, वी कैन ट्रस्ट आवर वोटर्स टू इलेक्ट। हमें अपने मतदाता पे विश्वास करना चाहिए कि वो अपनी गलती बदल भी सके राइट टू रिकॉल की ताकत से। सर, ഈ ഒരു ആശയം പലരും കേട്ടിട്ടുണ്ടാവും. റൈറ്റ് ടു റീകോൾ. നമ്മൾ 2021 വൺ മൂവി എന്ന് പറഞ്ഞ മമ്മൂക്ക അഭിനയിച്ച ഒരു സിനിമ, അതിൻ്റെ ഒരു കഥാതന്തുവിലുള്ളതാണ് റൈറ്റ് ടു റീകോൾ. നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ശരിയായ രീതിയിലല്ല പെർഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവർ ഏൽപ്പിച്ച ജോലികൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ തന്നു നിറവേറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് ആ കസേരയിൽ നിന്ന് ഇറക്കാനുള്ള വോട്ടർമാർക്കുള്ള അധികാരം അതിന്ന് രാഘവ് ചഡ്ഡ രാജ്യസഭയിൽ MP ആണ്, അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ബില്ല് ഒരുപാട് കാലമായിട്ട് പാസ്സാവാതെ കിടക്കുന്ന സാധനം കേട്ടോ. എന്തുകൊണ്ടായിരിക്കും പാസ്സാക്കാൻ സമ്മതിക്കുന്നുണ്ടാവില്ല? എന്തുകൊണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ഒരു ആയുധമായി, അത് രാഷ്ട്രീയ ആയുധമായ ആളുകൾ ഇതിനെ കാണുന്നൊക്കെയാണ് പറയുന്നത്. അത് വെറും പൊള്ളയായ സത്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 5 വർഷം നമ്മളൊരു കാൻഡിഡേറ്റിന് കൊടുക്കുന്ന സമയം, ആ സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ MP MLA ആരും ആയിക്കോട്ടെ, CMO PMO ആരും ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയപരിധി ഉണ്ട്. ആ സമയപരിധിക്ക് മുകളിൽ അവർ ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയാണ് അത് ബാധിക്കുക. ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് അവരെ തിരിച്ച് ഇറക്കാനുള്ള അധികാരമുണ്ട് എന്ന് വെക്കുക. അപ്പോഴല്ലേ അവർ ജനങ്ങൾക്ക് ഭയന്ന് പണിയെടുക്കുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആരും ഇപ്പം ഇല്ല ഭായി. ജനങ്ങൾ ഒന്നില്ലെങ്കിൽ അവരുടെ കയ്യിൽ അധികാരം വേണം. വോട്ടുള്ള സമയത്ത്, ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കണ്ടിട്ടില്ലേ? അതേപോലെ അവർ എല്ലാ കാലത്തും വരുന്നുണ്ടോ? അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അധികാരത്തിൻ്റെ വർഗമായി, നമ്മൾ സാധാരണ ഒന്നുമില്ലാത്ത വർഗവുമായി. അത് മാറണ്ടേ? ഈ ബില്ലിനൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പിന്തുണച്ച് പാസ്സാക്കാൻ ഉറപ്പിച്ചോളൂ. ആ രാഷ്ട്രീയ പാർട്ടിക്കൊക്കെ അധികാരം കൊടുത്തേ പറ്റുള്ളൂ. മമ്മൂക്ക അത് പറയുന്നുണ്ട് ആ പടത്തിൽ ഒരു ഡയലോഗായിട്ട്. ഡെമോക്രസി എന്നാൽ എന്താ പറയൂ? 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസം. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ആ ഒരു ദിവസം, ആ ഒരൊറ്റ ദിവസം ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനുശേഷം ജനങ്ങളുടെ മുമ്പിൽ വോട്ടിന് വേണ്ടി ജായ ചെയ്യുന്നവരുടെ ഭാവം മാറും, രൂപം മാറും. അധികാരത്തിന്റെ പരിരക്ഷയിൽ എന്തുമാകാവുന്ന 5 വർഷങ്ങൾ. ആ 5 വർഷം ജനങ്ങൾ അവരെ സഹിച്ചേ പറ്റൂ. അവരെന്ത് ചെയ്താൽ